ഒമാൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 2 ഇന്ത്യൻ നാവികർ മരിച്ചുവെന്ന് സ്ഥിരീകരണം. MD സെറ്റബല്ല കപ്പലിലെ ഒരാളെ കാണാതായതായി ഫോർവേഡ് സീമൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ അറിയിക്കുകയും ചെയ്തു. ബൽറാം നെടുങ്ങാടി ഒരു ചേർന്നു. ബൽറാം, നേരത്തെ 3 പേരെ കാണാതായതായി സ്ഥിരീകരണം ഉണ്ടായിരുന്നു. അതിൽ 2 പേർ മരിച്ചു, ഒരാളെ ഇപ്പോഴും കിട്ടാനില്ല. ഈ മരിച്ച ആൾക്കാർ എവിടെയോ ഏത് സംസ്ഥാനക്കാരാണെന്ന് അടക്കം അറിവുണ്ടോ ബൽറാം? ഹഷ്മി, ഈ ഹോർമോസ് കടലിടുക്കിന് സമീപം ഇന്ത്യൻ നാവികർ മരിച്ചു എന്നുള്ളതാണ് സ്ഥിരീകരണം. ഒമാൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് 2 നാവികർ മരിച്ചു എന്നുള്ള സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടാവുന്നത്. ബൽറാം, കേൾക്കാമോ? പറഞ്ഞോളൂ. ഓക്കെ, ബൽറാം നെടുങ്ങാടിയായിരുന്നു ആ വാർത്തയുടെ വിവരങ്ങൾ നൽകി. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അല്പസമയത്തിന് എടുക്കാമെന്ന് വിചാരിക്കുന്നു. 2 ഇന്ത്യക്കാർ മരിച്ചു എന്നാണ് സ്ഥിരീകരണം. ഒരാളെ കാണാതായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ് സ്വദേശികളാണ് കാണാതായത്. 3 പേരെ കാണാതായത് നേരത്തെ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചതുമാണ്. ബൽറാം, കേൾക്കാവോ? ഹഷ്മി, ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലായ സെറ്റബല്ലോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാരെ കാണാതായതായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഇതിൽ 2 പേർ മരിച്ചു എന്നുള്ള സ്ഥിരീകരണമാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. ഈ സ്ഥിരീകരണം നൽകുന്നത് ഫോർവേഡ് സീമെൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ്. FSUAന്റെ ജനറൽ സെക്രട്ടറി മനോജ് യാദവ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കൂടാതെ ഒരാളെ കാണാതായതായുള്ള സ്ഥിരീകരണവും ഈ സംഘടന നൽകുന്നുണ്ട്. ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ് സ്വദേശികളാണ് മരിച്ചവർ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ കാണാതായ ആൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ ഈ നടപടിയെ ശക്തമായ ഭാഷയിൽ അപലപിച്ചിരുന്നു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും ഒപ്പം തന്നെ പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നയതന്ത്ര ചർച്ചകൾ നടക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ US നയതന്ത്രജ്ഞനെ ഇന്ത്യ വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുണ്ട്. US ചാർജ് ഡി അഫയേഴ്സ് ജേസൺ മിക്സിനെയാണ് വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചത്. US അംബാസിഡർ സെർജിയോ ഗോർ കസാഖിസ്ഥാൻ സന്ദർശനത്തിലായതിനാലാണ് US ചാർജ് ഡി അഫയേഴ്സിനെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ കാലഘട്ടത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിക്കുന്നത്. ഹഷ്മി, ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.